നമസ്കാരം. ലൈവ് അറ്റ് 6 ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. ആലുവയിൽ അമ്മ പുഴയിലെറിഞ്ഞു കൊന്ന കുഞ്ഞിനെ പീഡിപ്പിച്ച കേസിൽ ചെറിയച്ഛൻ അറസ്റ്റിൽ. കുഞ്ഞ് 2 വയസ്സ് മുതൽ ലൈംഗിക പീഡനത്തിനിര. കുഞ്ഞിന്റെ സ്വകാര്യ ഭാഗങ്ങളിൽ മുറിവ്. കുട്ടി മരിക്കുന്നതിന്റെ തലേന്നും പീഡനത്തിനിരയായി. പ്രതി ലൈംഗിക വൈകൃതത്തിനടിമയെന്ന സൂചന. പീഡന വിവരം അറിഞ്ഞതുകൊണ്ടാണോ അമ്മ കുഞ്ഞിനെ കൊന്നതെന്ന് സംശയം. കുഞ്ഞിനെ രക്ഷിക്കാൻ വേണ്ടി കൊന്നതെന്ന് അമ്മയുടെ ആദ്യ മൊഴി. വിശദമായി ചോദ്യം ചെയ്യും. അമ്മയെ 5 ദിവസം പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. ദേശീയപാത ഇടിഞ്ഞതിൽ കടുത്ത നടപടിയുമായി കേന്ദ്രം. കരാറുകാരായ KNR കൺസ്ട്രക്ഷനെ ഡീബാർ ചെയ്തു. കൺസൾട്ടന്റ് കമ്പനിക്കും വിലക്ക്. പ്രോജക്ട് മാനേജർക്കും ടീം ലീഡർക്കും സസ്പെൻഷൻ. പദ്ധതി രേഖയിൽ തന്നെ അപാകതയുണ്ടെന്ന് സമ്മതിച്ച് ഹൈവേ അതോറിറ്റി. കണ്ണൂർ കുപ്പത്ത് ആശങ്കയായി ഇന്നും മണ്ണിടിച്ചിൽ. കാസർഗോഡ് കൂളിയങ്കാലിൽ ദേശീയപാതയിൽ വിള്ളൽ. മലപ്പുറത്തും കണ്ണൂരിലും UDF പ്രതിഷേധം. പരിയാരത്ത് കരാർ കമ്പനിയുടെ ഓഫീസ് DYFI അടിച്ചു തകർത്തു. നിർമ്മാണത്തിൽ സംസ്ഥാനത്തിന് ഉത്തരവാദിത്തമില്ലെന്ന് മുഖ്യമന്ത്രി. പഹൽഗാം ഭീകരാക്രമണം നടന്നിട്ട് 1 മാസം. സിന്ദൂരം മായ്ച്ചവരെ മണ്ണിൽ ലയിപ്പിച്ചെന്ന് പ്രധാനമന്ത്രി. പാകിസ്ഥാൻ भारत से कभी सीधी लड़ाई जीत ही नहीं सकता. जब भी सीधी लड़ाई होती है तो बार बार पाकिस्तान को मुंह की खानी पड़ती है. ഡൽഹിയിൽ ഭീകരാക്രമണ പദ്ധതി തകർത്ത് സുരക്ഷാ സേന. സർവകക്ഷി സംഘങ്ങളുടെ പര്യടനം ഫലം കാണുന്നു. ഭീകരതയ്ക്കെതിരായ പോരാട്ടത്തിൽ ഇന്ത്യക്ക് പിന്തുണ പ്രഖ്യാപിച്ച് ജപ്പാൻ. ഹയർ സെക്കൻഡറി VHSE പരീക്ഷാ ഫലങ്ങൾ പ്രഖ്യാപിച്ചു. പ്ലസ് 2വിൽ 77.81% വിജയം. 30,145 പേർക്ക് എല്ലാ വിഷയത്തിലും A+. വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ 70.06% വിജയം. കൊടുവള്ളിയിൽ നിന്ന് 5 ദിവസം മുൻപ് തട്ടിക്കൊണ്ടുപോയ യുവാവിനെ കൊണ്ടോട്ടിയിൽ കണ്ടെത്തി. അന്നൂസിനെ മൈസൂരുവിൽ നിന്ന് ടാക്സിയിൽ കയറ്റിവിട്ടുവെന്ന് പോലീസ്. സംഘത്തിൽ 6 പേരുണ്ടെന്ന് യുവാവ്. കർണാടക സ്വദേശിയായ ടാക്സി ഡ്രൈവർ കസ്റ്റഡിയിൽ. സംസ്ഥാനത്ത് വീണ്ടും കോവിഡ് ജാഗ്രതാ നിർദ്ദേശം. ഈ മാസം കോവിഡ് സ്ഥിരീകരിച്ചത് 182 പേർക്ക്. കൂടുതൽ കേസുകൾ കോട്ടയത്ത്. ദക്ഷിണ പൂർവേഷ്യൻ രാജ്യങ്ങളിൽ കോവിഡ് പടരുന്നു. വാർത്തയിലേക്ക് വിശദമായി. കൊടും ക്രൂരനായ പിതൃ സഹോദരൻ അറസ്റ്റിൽ. ആലുവയിൽ അമ്മ പുഴയിൽ എറിഞ്ഞുകൊന്ന 3.5 വയസ്സുകാരിയെ പീഡിപ്പിച്ച കേസിൽ പിതൃ സഹോദരന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി. കുഞ്ഞ് 2 വയസ്സ് മുതൽ ലൈംഗിക പീഡനത്തിനിരയായിരുന്നുവെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. പീഡന വിവരം അമ്മ അറിഞ്ഞിരുന്നോ എന്നും ഇതും കൊലപാതകവും തമ്മിൽ ബന്ധമുണ്ടോ എന്നും പോലീസ് അന്വേഷിക്കുന്നു. അമ്മയെ 5 ദിവസത്തെ കസ്റ്റഡിയിൽ കിട്ടിയതോടെ ഇക്കാര്യങ്ങളിൽ വ്യക്തത വരുത്താൻ കഴിയുമെന്നാണ് അന്വേഷണ സംഘത്തിന്റെ പ്രതീക്ഷ. 2 വയസ്സ് മുതൽ ലൈംഗിക പീഡനത്തിനിര. ഇരയാക്കിയത് പ്രകൃതി വിരുദ്ധ പീഡനത്തിന്. സ്വകാര്യ ഭാഗങ്ങളിൽ മുറിവ്. ആന്തരിക അവയവങ്ങളിലും പരിക്ക്. മരിക്കുന്നതിന് തലേ ദിവസവും കുട്ടി പീഡിപ്പിക്കപ്പെട്ടു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഒരു കുഞ്ഞ് 1.5 വർഷമായി അനുഭവിച്ച പീഡനങ്ങളുടെ കഥ പറയുന്നു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ പോലീസ് അടുത്ത ബന്ധുക്കളെ ചോദ്യം ചെയ്താണ് പ്രതിയെ പിടികൂടിയത്. 3 പേരെ ചോദ്യം ചെയ്തു. ചോദ്യം ചെയ്യലിൽ പിടിച്ചു നിൽക്കാനാകാതെ പ്രതി കുറ്റം സമ്മതിച്ചു. കുട്ടിക്കെതിരെ ലൈംഗിക അതിക്രമം നടത്തിയിരുന്നുവെന്ന് ഇയാൾ ചോദ്യം ചെയ്യലിൽ സമ്മതിച്ചതോടെ അറസ്റ്റ് രേഖപ്പെടുത്തി. കഴിഞ്ഞ കുറച്ചു കാലമായി ഇയാൾ കുട്ടിയെ ഉപദ്രവിച്ചു വരികയായിരുന്നുവെന്ന് പോലീസ് പറയുന്നു. ഇതിന്റെ തെളിവുകൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട്. പുത്തൻകുരിശ് പോലീസാണ് കുട്ടിയുടെ ലൈംഗിക അതിക്രമവുമായി ബന്ധപ്പെട്ട കേസ് അന്വേഷിക്കുന്നത്. കേസിൽ കൂടുതൽ തെളിവുകൾ ശേഖരിക്കുകയാണെന്ന് റൂറൽ SP M ഹേമലത പറഞ്ഞു. ഈ കേസിന്റെ ഇൻവെസ്റ്റിഗേഷൻ ഇന്നലെ തുടങ്ങി. അതിനായിട്ടുള്ള
മേജർ തെളിവുകളും ഇമ്പോർട്ടൻറ്റ് എവിഡൻസുകളും ഇപ്പോൾ അനലൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതല്ലാതെ ഇതിൽ നമുക്ക് സംശയകരമായിട്ടുള്ള കുറച്ച് വിഷയങ്ങളെക്കുറിച്ച് ചോദിച്ചിരുന്നു. പിന്നെ കുട്ടിയായിട്ട് ബന്ധമുള്ള ബാക്കിയുള്ള എല്ലാ ആൾക്കാരുടെ മൊഴികളും രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ തെളിവുകളെയും പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. പോക്സോ ബാലനീതി വകുപ്പ് പ്രകാരമുള്ള കുറ്റങ്ങളാണ് ചുമത്തിയിരിക്കുന്നത്. 2 വീടുകളിലും ഫോറൻസിക് സംഘം പരിശോധന നടത്തി. പ്രതിയുടെയും കുഞ്ഞിന്റെയും വസ്ത്രങ്ങൾ വിശദമായ ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചിരിക്കുകയാണ് പോലീസ്. കുട്ടിയുടെ തൊട്ടടുത്താണ് പ്രതിയുടെ വീട്. മകളെ രക്ഷിക്കാനാണ് താനിത് ചെയ്തതെന്നാണ് അമ്മ ആദ്യം പോലീസിനോട് പറഞ്ഞത്. പീഡനത്തെക്കുറിച്ച് അമ്മയ്ക്ക് അറിയാമായിരുന്നോ എന്നതിന്റെ സൂചനയാണോ എന്ന് വ്യക്തതയില്ല. അമ്മയെ 5 ദിവസത്തെ കസ്റ്റഡിയിൽ കിട്ടിയതോടെ അവരെ വിശദമായി ചോദ്യം ചെയ്യാൻ ഒരുങ്ങുകയാണ് പോലീസ്. ന്യൂസ് 18 കൊച്ചി. 3.5 വയസ്സുകാരി പിതാവിന്റെ സഹോദരനിൽ നിന്ന് നേരിട്ടിരുന്നത് അതിക്രൂരമായ പീഡനമെന്ന വിവരം. കുഞ്ഞിന്റെ സ്വകാര്യ ഭാഗങ്ങളിലെ മുറിവ് പ്രതിയുടെ ലൈംഗിക വൈകൃതങ്ങളുടെ തെളിവാകുന്നുണ്ടെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് സൂചിപ്പിക്കുന്നു. 10ലേറെ തവണ കുഞ്ഞിനെ ലൈംഗികമായി ഉപദ്രവിച്ചിട്ടുണ്ടെന്ന് പ്രതി സമ്മതിച്ചു. മരിക്കുന്നതിന് തൊട്ടു മുൻപത്തെ ദിവസവും കുട്ടി പീഡനത്തിനിരയായി. അമ്മ നൽകിയ നിർണായക വിവരമാണ് അന്വേഷണം പിതൃ സഹോദരനിലേക്ക് എത്തിച്ചത്. വീട്ടിൽ കുട്ടിയുമായി ഏറ്റവും അടുപ്പമുള്ളയാളായിരുന്നു പിതാവിന്റെ സഹോദരൻ. ഇത് മുതലെടുത്താണ് ഇയാൾ കുട്ടിയെ ലൈംഗികാതിക്രമത്തിന് ഇരയാക്കിയിരുന്നതെന്നാണ് വിവരം. ചൊവ്വാഴ്ച വൈകിട്ട് പോസ്റ്റ്മോർട്ടത്തിന് ശേഷമാണ് കുട്ടി പീഡിപ്പിക്കപ്പെട്ടതായ സൂചനകൾ പോലീസിന് ലഭിക്കുന്നത്. ഈ സമയത്ത് കോടതിയിൽ ഹാജരാക്കാൻ കൊണ്ടുപോയിരുന്ന അമ്മയെ തിരികെ കൊണ്ടുവന്ന് ചോദ്യം ചെയ്തപ്പോഴാണ് പീഡനത്തെക്കുറിച്ചുള്ള വിവരം ലഭിച്ചത്. ഭർത്താവിന്റെ സഹോദരങ്ങളുമായാണ് കുട്ടി കൂടുതൽ അടുപ്പം പുലർത്തിയിരുന്നതെന്ന അമ്മയുടെ മൊഴിയും കേസിൽ നിർണായകമായി. തുടർന്നാണ് പുത്തൻകുരിശ് പോലീസ് അടുത്ത ബന്ധുക്കളായ 3 പേരെ സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുന്നത്. അങ്ങനെയാണ് ബന്ധുവായ യുവാവ് കുട്ടിയെ പീഡിപ്പിച്ചതിനെക്കുറിച്ച് പോലീസിന് വ്യക്തത ലഭിച്ചത്. ഇയാളുടെ ഫോണടക്കം പരിശോധിച്ച പോലീസ് പ്രതി ലൈംഗിക വൈകൃതം ഉള്ളയാളാണെന്ന് മനസ്സിലാക്കി. പിന്നീട് രാത്രി വരെ നീണ്ട ചോദ്യം ചെയ്യലിൽ പ്രതി കുറ്റം സമ്മതിച്ചു. 1.5 വർഷത്തോളമായി കുട്ടിയെ പീഡിപ്പിച്ചിരുന്നുവെന്നാണ് ഇയാൾ പോലീസിനോട് പറഞ്ഞത്. സ്വന്തം വീട്ടിൽ വെച്ച് കുട്ടി നിരവധി തവണ പീഡനത്തിന് ഇരയായെന്ന് പോലീസ് വ്യക്തമാക്കുന്നു. അതേസമയം ഏറെ നാളായി പീഡനം നടന്നതിനെ കുറിച്ച് സംശയമൊന്നും ഇല്ലായിരുന്നുവെന്നാണ് അംഗനവാടി ടീച്ചർ പറയുന്നത്. ടീച്ചറല്ല, അമ്മയായിട്ടാണ് ഞാനെന്ന് പറയില്ല, ഞങ്ങൾ 2 പേരും ആ കുട്ടിയുടെ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ കുട്ടിയുടെ മുഖത്ത് അങ്ങനെ ഒരു ഭാവം ഇല്ല. എപ്പോഴും കളിക്കാൻ ചിരിച്ച മുഖം അല്ലാതെ കുഞ്ഞിൽ കണ്ടിട്ടില്ല. ചിരിക്കാത്ത ഒരു മുഖം കണ്ടെങ്കിലാണല്ലോ നമുക്ക് ചോദിക്കേണ്ടുള്ളൂ എന്നാ പറ്റിയേ എന്ന് ചോദിക്കണം. അങ്ങനെ ചോദിക്കാനൊരിട വരുത്തിയിട്ടില്ല കുട്ടി മാതാപിതാക്കൾക്കൊപ്പം താമസിച്ചിരുന്ന വീടിനടുത്തു തന്നെയാണ് പ്രതിയുടെയും വീട്. കുഞ്ഞിന്റെ മാതാപിതാക്കൾ തമ്മിലുള്ള കുടുംബ പ്രശ്നങ്ങൾ പ്രതി മുതലെടുക്കുകയായിരുന്നുവെന്നാണ് വിവരം. മാതാപിതാക്കൾ തമ്മിലുള്ള വഴക്ക് മൂലം അമ്മ ഇടയ്ക്ക് സ്വന്തം വീട്ടിലേക്ക് പോയിരുന്നു. അമ്മയുടെ മാനസികാസ്വാസ്ഥ്യത്തെക്കുറിച്ചുള്ള വഴക്കുകളും വീട്ടിൽ പതിവായി. എന്നാൽ ഭാര്യയ്ക്ക് മാനസികാസ്വാസ്ഥ്യമില്ല എന്നാണ് ഭർത്താവ് തുടക്കം മുതൽ പറയുന്നത്. നിലവിൽ അമ്മയെ 5 ദിവസത്തെ കസ്റ്റഡി ലഭിച്ചതോടെ ഇക്കാര്യങ്ങളിലെല്ലാം കൂടുതൽ വ്യക്തതയുണ്ടാകും. ന്യൂസ് 18 കൊച്ചി. മലപ്പുറം കൂരിയാട് ദേശീയപാത ഇടിഞ്ഞതാണ് സംഭവത്തിൽ കരാറുകാരനായ KNR കൺസ്ട്രക്ഷനെ കേന്ദ്രം ഡിബാർ ചെയ്തു. പദ്ധതിയുടെ കൺസൾട്ടന്റായി പ്രവർത്തിച്ച ഹൈവേ എഞ്ചിനീയറിംഗ് കൺസൾട്ടന്റ് എന്ന കമ്പനിക്കും വിലക്കേർപ്പെടുത്തി. പദ്ധതിയുടെ പ്രോജക്ട് മാനേജർ M അമർനാഥ് റെഡ്ഡി, ദേശീയപാത നിർമ്മാണത്തിന്റെ ടീം ലീഡറായ രാജ്കുമാർ എന്നീ ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തു. കണ്ണൂർ കുപ്പത്ത് ദേശീയപാത നിർമ്മാണത്തിൽ പ്രശ്നങ്ങളുണ്ടെന്ന് NHAI സമ്മതിച്ചു. DPRൽ അപാകതകളുണ്ടെന്ന് NHAI റെസിഡന്റ് എഞ്ചിനീയർ മനോജ് കുമാർ പറഞ്ഞു. കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രാലയത്തിന്റേതാണ് നടപടി. പ്രാഥമിക പരിശോധനാ റിപ്പോർട്ട് അനുസരിച്ചാണ് കരാർ കമ്പനിക്കും കൺസൾട്ടന്റ് കമ്പനിക്കുമെതിരെ കേന്ദ്രം നടപടിയെടുത്തത്. കരാറുകാരായ KNR കൺസ്ട്രക്ഷന് ഇനി ദേശീയപാതയുടെ ടെൻഡറുകളിൽ പങ്കെടുക്കാൻ അവസരമുണ്ടാകില്ല. ഈ മാസം 19-നാണ് കുരിയാട് ദേശീയപാത 66-ന്റെ ഭാഗം ഇടിഞ്ഞു താണത്. ദേശീയപാത ഇടിഞ്ഞ് സർവീസ് റോഡിലേക്ക് വീഴുകയും സർവീസ് റോഡടക്കം തകരുകയും ചെയ്തിരുന്നു. ഇക്കാര്യത്തിൽ ദേശീയപാത അതോറിറ്റി പരിശോധന നടത്തി. 2-അംഗ സംഘമാണ് പരിശോധന നടത്തിയത്. മലയാളിയായ ഡോക്ടർ ജിമ്മി തോമസ്, ഡോക്ടർ അനിൽ ദീക്ഷിത് എന്നിവരാണ് സംഘത്തിൽ ഉണ്ടായിരുന്നത്. 2-അംഗ സംഘത്തിന്റെ പ്രാഥമിക റിപ്പോർട്ട് അനുസരിച്ചാണ് നടപടി. ഡൽഹി IITയിലെ പ്രൊഫസർ GV റാവുവിനെ ഉൾപ്പെടുത്തി ദേശീയപാത തകർന്ന സംഭവത്തിൽ അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ വിദഗ്ധ സംഘത്തിന്റെ വിശദമായ റിപ്പോർട്ട് ഉടൻ കേന്ദ്ര സർക്കാരിന് സമർപ്പിക്കും. ഇതിനൊപ്പം കേരളത്തിലെ ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട എല്ലാ പദ്ധതികളും ഈ സംഘം പരിശോധിക്കുകയും ചെയ്യും. അതേസമയം കണ്ണൂർ കുപ്പത്ത് ദേശീയപാത നിർമ്മാണത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടെന്ന് NHAI സമ്മതിച്ചു.
DPRൽ അപാകതകളുണ്ടെന്ന് റെസിഡന്റ് എഞ്ചിനീയർ മനോജ് കുമാർ പറഞ്ഞു. വെള്ളം വഴിതിരിച്ച് കുപ്പം പുഴയിലേക്ക് വിടാനുള്ള സാധ്യത പരിശോധിക്കുന്നു. ജനങ്ങളുടെ ആശങ്ക പരിഹരിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. We are doing our job. You have also seen from the last 2-3 days we are working very seriously here. Okay. So we have made the protection for the house people. First they should get out of problems. ദേശീയപാത നിർമ്മാണത്തിലെ അപാകതയ്ക്കെതിരെ മലപ്പുറത്തും കണ്ണൂരും ഇന്നും പ്രതിഷേധമിരമ്പി. UDF കുരിയാട് പ്രതിഷേധ ജ്വാല സംഘടിപ്പിച്ചു. യൂത്ത് ലീഗിന്റെ പ്രതിഷേധവുമുണ്ടായി. കണ്ണൂർ പരിയാരത്ത് കരാർ കമ്പനിയായ മേഘ കൺസ്ട്രക്ഷന്റെ ഓഫീസിലേക്ക് DYFI നടത്തിയ മാർച്ച് സംഘർഷത്തിൽ കലാശിച്ചു. ഓഫീസിന്റെ ചില്ലുകൾ അടിച്ചു തകർത്തു. ന്യൂസ് ഡെസ്ക് ന്യൂസ് 18. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നിർമ്മാണത്തിലിരിക്കുന്ന ദേശീയപാതയിലെ വിള്ളലും കുന്നിടിച്ചിലും ജനങ്ങളെ ആശങ്കയിലാക്കുന്നു. കാസർഗോഡ് കല്യാൺ റോഡിന് പിന്നാലെ കുളിയങ്കാലിലും റോഡിൽ വിള്ളൽ രൂപപ്പെട്ടു. കണ്ണൂർ തളിപ്പറമ്പിനടുത്ത് കുപ്പത്ത് നിരവധി തവണ കുന്നിടിഞ്ഞു. മഴ ശക്തി പ്രാപിക്കുന്നതോടെ ജീവൻ പണയം വെച്ച് വേണം ദേശീയപാത വഴിയുള്ള യാത്ര. KV ബൈജുവിന്റെ റിപ്പോർട്ടിലേക്ക്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ ദേശീയപാതകൾ ഒരു ദിവസം മാത്രം പെയ്ത മഴയിലാണ് ഇത്രത്തോളം വലിയ അപകടാവസ്ഥയായത്. ഏതായാലും നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ കാണാം. ഇത് കൂളിയങ്കാൽ എന്ന് പറയുന്ന സ്ഥലമാണ്. ഇന്നലെ ഇത്തരത്തിൽ ഇടിഞ്ഞു വീഴുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. വാഹനങ്ങളൊക്കെ ഇതുവഴി കടന്നു വരുന്നത് കാണാം. ഇത് ഇടിഞ്ഞതിന് ശേഷം ആരും അറിയാതെ രാത്രിക്ക് വന്ന് ഇവർ ഇത്തരത്തിൽ ഇത് മണ്ണ് ഇട്ട് എംസാൻഡും അതുപോലെ തന്നെ ജില്ലപ്പൊടിയും ഇട്ട് താൽക്കാലികമായി ഒരു ആ രീതിയിൽ ഈ ഗതാഗതത്തിന് തുറന്നു കൊടുക്കുന്ന ഒരു സാഹചര്യമാണ്. ഇത് വളരെ അപകടാവസ്ഥയാണ്. ഇതിലൂടെ കടന്നു പോകുന്നത് അത്രത്തോളം ജീവൻ പണയം വെച്ചാണ്. നമുക്ക് കാണാം ഇതിൻ്റെ നിർമ്മാണം നടക്കുന്ന മേൽപ്പാലത്തിൻ്റെ ഒരു അവസ്ഥയും. അതുകൊണ്ട് തന്നെ എല്ലാ വാഹനങ്ങളും ഇതുവഴിയായിരുന്നു കടന്നുപോയിക്കൊണ്ടിരുന്നത്. ഭാരമേറിയ വലിയ ലോറികളൊക്കെ കടന്നു പോകുന്ന ഒരു പാതയാണ്. എന്തായാലും കാസർഗോഡ് ജില്ലയിൽ 3 ഇടങ്ങളിലാണ് ഒരു ഒറ്റ ദിവസം പെയ്ത മഴയിൽ വിള്ളലും അതുപോലെ തന്നെ ഇടിച്ചിലും കണ്ടെത്തിയത്. ഈ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ കാണാം ഇന്നലെ ഇടിഞ്ഞ് താഴ്ന്ന ആ സ്ഥലം. അതിലൂടെ ഇപ്പോൾ ചെറിയ വാഹനങ്ങളൊക്കെ കടന്നു വരുന്നത് ഒരു സാഹചര്യം കാണാം. എന്നാൽ നമുക്ക് ഇവിടുത്തെ നാട്ടുകാരോട് തന്നെ കാര്യങ്ങൾ ചോദിക്കാം. വളരെയേറെ ഗതാഗത സൗകര്യമുണ്ടായ നമ്മുടെ ഈ ജില്ല ഇപ്പോൾ ഗതാഗതത്തിൽ സൗകര്യമില്ലാത്ത രൂപത്തിൽ തന്നെ മാറിയിരിക്കുകയാണ്. അതിപ്പോൾ ചട്ടഞ്ചായാലും ശരി, കല്യാൺ റോഡായാലും ശരി, തെക്കിലായാലും ശരി, ബേവിഞ്ച ഭാഗത്തൊക്കെ ആയാലും ശരി, വാസ്തവത്തിൽ ഏത് സമയത്തും ജനങ്ങൾ മരിച്ചു പോകുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുന്നുണ്ട്. അശാസ്ത്രീയമായ റോഡ് നിർമ്മാണം ഇത്. ഇപ്പോൾ 6 വരിപ്പാതയുടെ നിർമ്മാണം വന്നതോടുകൂടി കൂറ്റൻ മതിൽ വന്നപ്പോൾ ഗതാഗത സൗകര്യമുണ്ടായ റോഡൊക്കെ തന്നെ ചെറിയ രൂപത്തിലായത് മാത്രമല്ല കുണ്ടും കുഴിയും നിറഞ്ഞ ആളുകൾക്ക് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. കലക്ടർ അടിയന്തരമായിട്ട് ഈ പ്രദേശം സന്ദർശിച്ചേ മതിയാകൂ. അപ്പോൾ കാലവർഷം കൂടി വരുന്നതോടുകൂടി എന്തായിരിക്കും സ്ഥിതി? അപ്പോൾ ഈ റോഡ് നിർമ്മാണത്തിൻ്റെ കോൺട്രാക്ടറാണോ അവരെ കരിമ്പട്ടിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് പരിഹാരം കാണാൻ വേണ്ടി കലക്ടർ മുന്നോട്ട് വരണമെന്നുള്ളതാണ്. ഇങ്ങനെയാണ് റോഡ് വരുന്നതെന്ന് അറിയില്ല. അതുവരെ നമുക്ക് പൈസ എടുത്തിരുന്നു. ഇത്തരം മുറ്റത്താന്ന് എടുക്കും. ഒരു സൈക്കിൾ വെക്കാൻ വരെ നമ്മുടെ വീടിൻ്റെ മുമ്പിൽ സ്ഥലമില്ല. കൗൺസിലർ കൂടി നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ഇവിടെ ഒരു കോമ്പൗണ്ട് വാൾവ് കെട്ടിയിട്ടില്ല. അതൊരു ഡ്രെയിനേജ് ഇല്ല. വെള്ളം ഒഴിച്ച് പോകാനുള്ള ഒരു സൗകര്യം പോലും ഇല്ലാതെ ഇനിയിപ്പോൾ ഇതിലെ കൂടി വണ്ടി വിട്ടുകൊണ്ട് യാതൊരു ഇങ്ങനെയുള്ള ഒരു കൃത്യമായിട്ടുള്ള റോഡ് ഉണ്ടാക്കിയത് കൊണ്ട് ഒരു കാര്യമില്ല. ജനങ്ങളുടെ ആശങ്ക അകറ്റേണ്ടതുണ്ട്. ഇല്ലെങ്കിൽ ശക്തമായ പ്രതിഷേധവുമായി ഈ റോഡ് തടയുന്നത് ഉൾപ്പെടെയുള്ള പ്രതിഷേധ പരിപാടികളുമായി രംഗത്തിറങ്ങാൻ തന്നെയാണ് നാട്ടുകാരുടെ തീരുമാനം. KV ബൈജു, ന്യൂസ് 18, കാസർഗോഡ്. ദേശീയപാത നിർമ്മാണത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്ന് മന്ത്രി PM മുഹമ്മദ് റിയാസ്. സാഹചര്യത്തെ സുവർണാവസരമാക്കി പദ്ധതി മുടക്കാമെന്ന് UDF കരുതുന്നുണ്ടെങ്കിൽ അത് ജനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്നും മന്ത്രി പറഞ്ഞു. ഓപ്പറേഷൻ സിന്ദൂറിനെ വിശദീകരിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജ്യത്തെ മുഴുവൻ ലക്ഷ്യമിട്ട് നടത്തിയ ആക്രമണത്തിന് തിരിച്ചടി നൽകി. അതിനായി സൈന്യത്തിന് മുഴുവൻ സ്വാതന്ത്ര്യവും നൽകി. മതം ചോദിച്ചാണ് ഭീകരർ ആക്രമണം നടത്തിയത്. എന്നാൽ 22 മിനിറ്റിൽ 9 ഭീകരരെ സൈന്യം കൊന്നെന്നും ഇന്ത്യൻ സൈന്യത്തിൽ അഭിമാനം കൊള്ളുന്നുവെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. രാജ്യം ഒറ്റക്കെട്ടായി നിന്നു. ഇന്ത്യക്കെതിരായുള്ള ആക്രമണത്തിൽ പാകിസ്ഥാൻ ഒരിക്കലും വിജയിക്കാനാകില്ലെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. पाकिस्तान भारत से कभी सीधी लड़ाई जीत ही नहीं सकता। जब भी सीधी लड़ाई होती है तो बार बार पाकिस्तान को मुंह की खानी पड़ती है. അതേസമയം പ്രധാനമന്ത്രിയെ കടന്നാക്രമിച്ച് കോൺഗ്രസ് വീണ്ടും രംഗത്ത്. പഹൽഗാം ആക്രമണം നടത്തിയ ഭീകരരെ കണ്ടെത്താൻ ഇതുവരെ ആയില്ലെന്ന് കോൺഗ്രസ് നേതാവ് ജയറാം രമേശ് കുറ്റപ്പെടുത്തി. തന്റെ ഇടപെടലിലാണ് ഓപ്പറേഷൻ സിന്ദൂർ അവസാനിച്ചതെന്ന ഡൊണാൾഡ് ട്രംപിന്റെ അവകാശവാദത്തിനും മറുപടി നൽകിയില്ല.
പ്രത്യേക സഭാ സമ്മേളനം വിളിക്കണമെന്ന പ്രതിപക്ഷത്തിന്റെ ആവശ്യവും അംഗീകരിച്ചിട്ടില്ലെന്നും ജയറാം രമേശ് പറഞ്ഞു. ഡൽഹിയിൽ ആക്രമണം നടത്താനുള്ള പദ്ധതി തകർത്ത് രഹസ്യാന്വേഷണ ഏജൻസികൾ. വിദേശിയടക്കം 2 പേരെ അറസ്റ്റ് ചെയ്തു. നേപ്പാൾ സ്വദേശി അൻസാറുൽ മിയ അൻസാരിയാണ് പിടിയിലായ വിദേശി. ഡൽഹിയിലെത്തിയ ഇയാൾ സൈനിക ക്യാമ്പുകളടക്കം തന്ത്രപ്രധാന കേന്ദ്രങ്ങളുടെ ദൃശ്യങ്ങൾ പകർത്തിയതായി ഡൽഹി പോലീസ് അറിയിച്ചു. റാഞ്ചി സ്വദേശിയായ അല്ലാഖ് അസമാണ് അൻസാറുൽ മിയ അൻസാരിക്ക് സഹായം നൽകിയത്. പാക് ഹൈക്കമ്മീഷനിലെ 2 മുൻ ഉദ്യോഗസ്ഥർക്കും ഇവരുമായി ബന്ധമുണ്ട്. ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ച് വിശദീകരിക്കാൻ 3ാമത്തെ സംഘവും യാത്ര തിരിച്ചു. DMK പാർലമെന്റ് അംഗം കനിമൊഴിയുടെ നേതൃത്വത്തിലുള്ള സംഘം റഷ്യ, സ്ലൊവേനിയ, ഗ്രീസ്, ലാത്വിയ, സ്പെയിൻ എന്നീ രാജ്യങ്ങളാണ് സന്ദർശിക്കുന്നത്. ഭീകരതയ്ക്കെതിരായ ഇന്ത്യയുടെ ഏകീകൃത നിലപാട് അവതരിപ്പിക്കാൻ കഴിയുമെന്ന ആത്മവിശ്വാസം യാത്ര പുറപ്പെടുന്നതിന് മുൻപ് കനിമൊഴി പ്രകടിപ്പിച്ചു. ഭീകരതയ്ക്കെതിരെ പോരാടുന്നതിന് ആഗോള ഐക്യം ആവശ്യമാണെന്നും കനിമൊഴി പറഞ്ഞു. അതേസമയം ഭീകരതയ്ക്കെതിരായ പോരാട്ടത്തിൽ ഇന്ത്യയുമായി ജപ്പാൻ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു. JDU MP സഞ്ജയ് ഝായുടെ നേതൃത്വത്തിലുള്ള സർവകക്ഷി പാർലമെന്ററി പ്രതിനിധി സംഘം ജപ്പാനിൽ ചർച്ചകൾ നടത്തുന്നു. ഭീകരതയെ ഒരു തരത്തിലും ന്യായീകരിക്കാൻ കഴിയില്ലെന്ന് ജപ്പാൻ വിദേശകാര്യമന്ത്രി തകേഷി ഇവായ വ്യക്തമാക്കി. ശ്രീകാന്ത് ഷിൻഡെയുടെ നേതൃത്വത്തിലുള്ള ഇന്ത്യൻ പ്രതിനിധി സംഘം UAEയിൽ ചർച്ച തുടരുകയാണ്. സംഘം പ്രതിരോധ ആഭ്യന്തര വിദേശകാര്യ കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ അലി അൽനോ ഐമിയെ കണ്ടു. പ്രതിനിധി സംഘം അബുദാബിയിൽ UAE ഫെഡറൽ നാഷണൽ കൌൺസിൽ അംഗം അഹമ്മദ് മിർ ഖോരിയുമായി കൂടിക്കാഴ്ചയും നടത്തി. ഭീകരതയ്ക്കെതിരെ ഇന്ത്യ UAE സംയുക്തമായി നീക്കമുണ്ടാകുമെന്ന് ആണ് രാജ്യം പ്രതീക്ഷിക്കുന്നത്. പാകിസ്ഥാനിൽ നിന്ന് ഉയർന്നുവരുന്ന ഭീകരവാദ ഭീഷണികളെ എടുത്തു കാണിക്കാൻ കഴിഞ്ഞതായി ഷിൻഡെ എക്സിൽ കുറിച്ചു. 2ാം വർഷ ഹയർ സെക്കൻഡറിയിൽ 77.81% വിജയം. 30,145 വിദ്യാർത്ഥികൾ എല്ലാ വിഷയത്തിനും A+ നേടി. 57 സ്കൂളുകളിലെ മുഴുവൻ വിദ്യാർത്ഥികളും ഉപരിപഠനാർഹരായി. വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ 70.06 വിജയശതമാനം. +2 വിജയശതമാനം കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് കുറഞ്ഞു. 1ാം വർഷ പരീക്ഷയുടെ സ്കോറുകൾ കൂടി പരിഗണിച്ചാണ് +2 ഫലം നിർണ്ണയിച്ചത്. ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ് വിഷയങ്ങൾക്ക് ഇരട്ട മൂല്യനിർണ്ണയമായിരുന്നു. ഹയർ സെക്കൻഡറി പരീക്ഷാ ഫലം 2025 മാർച്ച് 2ാം വർഷ ഹയർ സെക്കൻഡറി പരീക്ഷയിൽ ആകെ 2002 സ്കൂളുകളിൽ നിന്ന് റെഗുലർ വിഭാഗത്തിൽ 3,70,70,642 പേർ പരീക്ഷ എഴുതി. പരീക്ഷയിൽ 2,80,88,394 പേർ ഉപരിപഠനത്തിന് യോഗ്യത നേടി. വിജയം 77.81%. മുൻവർഷം ഇത് 78.69%. വിജയശതമാനം കൂടിയ ജില്ല എറണാകുളമാണ്. കുറവ് കാസർഗോഡും. എല്ലാ വിഷയങ്ങൾക്കും A+ നേടിയവർ കൂടുതൽ മലപ്പുറത്ത്. VHSയിലും വിജയശതമാനം കുറഞ്ഞു. വിജയശതമാനം കൂടുതൽ വയനാടാണ്. കുറവ് കാസർഗോഡും. 193 വിദ്യാർത്ഥികൾ എല്ലാ വിഷയങ്ങൾക്കും A+ നേടി. 5 സർക്കാർ സ്കൂളും 4 എയ്ഡഡ് സ്കൂളും 100 മേനി വിജയം കൊയ്തു. ന്യൂസ് 18 തിരുവനന്തപുരം. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. മറ്റന്നാൾ കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ്. ഞായറാഴ്ച വടക്കൻ കേരളത്തിൽ ശക്തമായ മഴയുണ്ടാകും. കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഞായറാഴ്ച ഓറഞ്ച് അലർട്ടാണ്. സംസ്ഥാനത്ത് വീണ്ടും കോവിഡ് ജാഗ്രതാ നിർദ്ദേശം. ദക്ഷിണ പൂർവേഷ്യൻ രാജ്യങ്ങളിൽ കോവിഡ് പടരുന്ന സാഹചര്യത്തിലാണ് സംസ്ഥാനത്തും ജാഗ്രതാ നിർദ്ദേശം നൽകിയത്. കേരളത്തിൽ 182 പേർക്കാണ് ഈ മാസം കോവിഡ് സ്ഥിരീകരിച്ചത്. ഒരിടവേളയ്ക്ക് ശേഷം സംസ്ഥാനത്ത് വീണ്ടും ആരോഗ്യവകുപ്പിന്റെ കോവിഡ് ജാഗ്രതാ നിർദ്ദേശം. സ്റ്റേറ്റ് ലെവൽ റാപ്പിഡ് റെസ്പോൺസ് ടീം യോഗം ചേർന്ന സംസ്ഥാനത്തെ സാഹചര്യം വിലയിരുത്തി. ഏഷ്യൻ രാജ്യങ്ങളിൽ കോവിഡ് കേസുകൾ വലിയ തോതിൽ കൂടുന്നതിനാൽ സംസ്ഥാനത്തും കോവിഡ് ബാധിതരുടെ എണ്ണം കൂടുമെന്നാണ് വിലയിരുത്തൽ. ഒമിക്രോൺ JN1 വകഭേദങ്ങളായ LF7, LB 1.8 എന്നിവയാണ് വിവിധ രാജ്യങ്ങളിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. വ്യാപനശേഷി കൂടുതലാണെങ്കിലും തീവ്രത കുറവാണെന്നതാണ് ആശ്വാസകരം. സംസ്ഥാനത്ത് കോട്ടയം ജില്ലയിലാണ് കൂടുതൽ കേസുകൾ. 57 പേർക്ക് കോട്ടയത്ത് കോവിഡ് സ്ഥിരീകരിച്ചു. എറണാകുളത്ത് 34 പേർക്കും തിരുവനന്തപുരത്ത് 30 പേർക്കും ഈ മാസം രോഗം സ്ഥിരീകരിച്ചിട്ടുണ്ട്. രോഗലക്ഷണമുള്ളവർ കോവിഡ് പരിശോധന നടത്താനാണ് നിർദ്ദേശം. ഇതിനുള്ള RT-PCR കിറ്റുകളും സുരക്ഷാ ഉപകരണങ്ങളും ഉറപ്പാക്കാനും ആരോഗ്യമന്ത്രി നിർദ്ദേശം നൽകി. രോഗലക്ഷണങ്ങളുള്ളവരും പ്രായമായവരും ഗുരുതര രോഗം ബാധിച്ചവരും ഗർഭിണികളും മാസ്ക് ധരിക്കണം. ന്യൂസ് 18 തിരുവനന്തപുരം. ഇടവേള.
വാർത്തകൾ തുടരുന്നു. RSS സൈദ്ധാന്തികൻ ഗുരുമൂർത്തി കേരള രാജ്ഭവനിൽ നടത്തിയ പ്രസംഗത്തെ ചൊല്ലി വിവാദം. കോൺഗ്രസ് സർക്കാരുകളെയും മുൻ പ്രധാനമന്ത്രിമാരെയും വിമർശിക്കാൻ ഗുരുമൂർത്തി രാജ്ഭവൻ വേദിയാക്കിയെന്നാണ് ആരോപണം. രാഷ്ട്രീയ പ്രസംഗങ്ങൾക്കുള്ള സ്ഥലമല്ല രാജ്ഭവനെന്നും ഇക്കാര്യത്തിലെ പ്രതിഷേധം സർക്കാർ ഗവർണറെ അറിയിക്കണമെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആവശ്യപ്പെട്ടു. ഓപ്പറേഷൻ സിന്ദൂറിന്റെ ഭാഗമായുള്ള പരിപാടിയിലാണ് രാജ്ഭവൻ RSS നേതാവിന് വേദി നൽകിയത്. ഓപ്പറേഷൻ സിന്ദൂറിന്റെ ഭാഗമായുള്ള പ്രഭാഷണ പരമ്പരയ്ക്കായാണ് ഗുരുമൂർത്തി ഇന്നലെ കേരള രാജ്ഭവനിലെത്തിയത്. മെഴുകുതിരി വെളിച്ചത്തിൽ നിന്ന് ബ്രഹ്മോസിലേക്കുള്ള മാതൃകാപരമായ മാറ്റം എന്നതായിരുന്നു വിഷയം. പഹൽഗാം ആക്രമണത്തിന് കേന്ദ്രം മറുപടി പറഞ്ഞതിനെ അഭിനന്ദിച്ച ഗുരുമൂർത്തി മുൻ സർക്കാരുകളെ വിമർശിച്ചു. ഇതിനെയാണ് സംസ്ഥാനത്തെ പ്രതിപക്ഷം ചോദ്യം ചെയ്യുന്നത്. സർക്കാർ അവിടെ ചെയ്ത കാര്യങ്ങൾ, സൈന്യം അവിടെ ചെയ്ത കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നതിനൊന്നും ഞങ്ങൾക്ക് യാതൊരു വിരോധമില്ല. പക്ഷേ രാജ്ഭവനിൽ ഔദ്യോഗികമായി ഒരു RSS നേതാവിനെ കൊണ്ടുവന്ന് പ്രസംഗിപ്പിക്കുകയും ഗവൺമെൻറ്റിനെതിരായിട്ട്, ഇതിനു മുമ്പുള്ള ഗവൺമെൻറ്റുകൾക്കെതിരായിട്ടുള്ള രാഷ്ട്രീയമായ പരാമർശങ്ങൾ നടത്തുകയും ചെയ്തത് ദൗർഭാഗ്യകരമാണ്, അത് അനൗചിത്യമാണ്. രാജ്ഭവന് പിന്തുണയുമായി പതിവ് പോലെ സംസ്ഥാന BJP നേതൃത്വമെത്തി. S. ഗുരുമൂർത്തി എന്ന് പറയുന്ന ആൾ, അദ്ദേഹം RSS നേതാവാണ് എന്നുള്ളത് VD സതീശന്റെ ഒരു ആരോപണമാണ്. അദ്ദേഹം നടത്തിയിട്ടുള്ള കഴിഞ്ഞ കാലങ്ങളിലെ പ്രവർത്തനങ്ങളെക്കുറിച്ച് ഈ രാജ്യത്ത് ബൊഫോഴ്സ് ഇടപാട് പുറത്തു കൊണ്ടുവരുന്നതിലും മുൻ പ്രധാനമന്ത്രി ശ്രീ രാജീവ് ഗാന്ധി ഉൾപ്പെടെയുള്ള ആളുകളുടെ ഈ കാര്യത്തിലുള്ള പങ്ക് വെളിച്ചത്ത് കൊണ്ടുവരുന്നതിലുമൊക്കെ നിർണായകമായിട്ടുള്ള പങ്ക് വഹിച്ചിട്ടുള്ള ആളാണ് ശ്രീ S. ഗുരുമൂർത്തി. വിവാദത്തിൽ രാജ്ഭവൻ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. ന്യൂസ് 18 തിരുവനന്തപുരം. മലപ്പുറം കൊണ്ടോട്ടിയിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയ അന്നൂസ് റോഷനെ കൊണ്ടോട്ടിയിൽ കണ്ടെത്തി. തട്ടിക്കൊണ്ടുപോയി 5-ാം ദിവസമാണ് അന്നൂസിനെ കണ്ടെത്തുന്നത്. തട്ടിക്കൊണ്ടുപോയ സംഘം തന്നെ അന്നൂസിനെ ടാക്സി കാറിൽ കൊണ്ടോട്ടിയിലേക്ക് അയക്കുകയായിരുന്നു. കാണാതായി 5-ാം ദിവസമാണ് കൊടുവള്ളി സ്വദേശി അന്നൂസ് റോഷനെ കണ്ടെത്തുന്നത്. തട്ടിക്കൊണ്ടുപോയ സംഘം തന്നെ അന്നൂസിനെ കൊണ്ടോട്ടിയിൽ ഉപേക്ഷിക്കുകയായിരുന്നു. തട്ടിക്കൊണ്ടുപോയ സംഘം മൈസൂരിൽ നിന്നും അന്നൂസ് റോഷനെ ടാക്സിയിൽ കയറ്റിവിട്ട് കൊണ്ടോട്ടിയിൽ ഇറക്കിവിടുകയായിരുന്നുവെന്നാണ് പോലീസ് പറയുന്നത്. യുവാവിനെ എത്തിച്ച കർണാടക സ്വദേശിയായ ടാക്സി ഡ്രൈവർ കസ്റ്റഡിയിലാണ്. കേസിലെ പ്രതികൾക്കായി ലുക്കൌട്ട് നോട്ടീസ് നേരത്തെ പുറത്തിറക്കിയിരുന്നു. വാഹനത്തിന്റെ നമ്പർ കാര്യങ്ങളൊക്കെ പോലീസിന് ലഭിച്ചിരുന്നു. പ്രതികള് പോലീസിന്റെ സാന്നിധ്യം അറിഞ്ഞു പാലക്കാട് ഇറങ്ങി. തുടർന്ന് വാഹനം കൊണ്ടോട്ടിയിൽ വെച്ച് ഇന്റർഫിയർ ചെയ്തിട്ടാണ് അന്നൂസ് റോഷനെ ഞങ്ങളിപ്പോൾ മോചിപ്പിച്ചത്. പോലീസ് സ്റ്റേഷനിൽ എത്തിച്ച് വിശദമായ മൊഴി രേഖപ്പെടുത്തിയ ശേഷം അന്നൂസിനെ പോലീസ് തന്നെ വീട്ടിലെത്തിച്ചു. കൊണ്ടോട്ടിയിൽ നിന്ന് തന്നെ നേരെ കൊണ്ടുപോയത് കർണാടകയിലേക്കാണെന്നും എന്തിനാണ് തട്ടിക്കൊണ്ടുപോയതെന്ന് തന്നോട് പറഞ്ഞില്ലെന്നും സംഘത്തിൽ ആരും ഉപദ്രവിക്കുകയോ പണം ആവശ്യപ്പെടുകയോ ചെയ്തിട്ടില്ലെന്നും വീട്ടിൽ മടങ്ങിയെത്തിയ അന്നൂസ് മാധ്യമങ്ങളോട് പ്രതികരിച്ചു. തിരികെ വരുമ്പോൾ ഉറക്കത്തിലായതുകൊണ്ട് കാറിലുണ്ടായിരുന്നവർ എവിടെയാണ് ഇറങ്ങിയതെന്ന് തനിക്കറിയില്ലെന്നും അന്നൂസ് റോഷൻ പറഞ്ഞു. കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ പുറത്തു പറയരുതെന്ന പോലീസ് നിർദ്ദേശമുണ്ടെന്നും അന്നൂസ് പ്രതികരിച്ചു. അതൊന്നും പറയാൻ പറ്റില്ല, പറയരുതെന്ന് പോലീസ് പറഞ്ഞിട്ടുണ്ടല്ലേ? പിന്നെ ഒരു കാര്യമുള്ളത്, പിന്നെ അവരെവിടെ ഇറങ്ങിയത്? ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ഇറങ്ങിപ്പോയതാണ്? നിങ്ങൾ ഒരുമിച്ചാണോ പോകുന്നത് അവിടുന്ന്? ഞാൻ ഉറങ്ങുമ്പോയിരുന്നു അവരിറങ്ങിപ്പോയി. അതേസമയം വിദേശത്തുള്ള അന്നൂസിന്റെ സഹോദരൻ അജ്മലുമായി ബന്ധപ്പെട്ട പണമിടപാട് പ്രശ്നങ്ങളാണ് തട്ടിക്കൊണ്ടുപോകലിന് പിന്നിലെന്നും അന്നൂസിനെ ഉപയോഗിച്ച് വിലപേശലായിരുന്നു സംഘത്തിന്റെ ലക്ഷ്യമെന്നും സൂചനയുണ്ട്. തട്ടിക്കൊണ്ടുപോകൽ സംഘത്തെക്കുറിച്ച് വിശദമായ അന്വേഷണത്തിലാണ് പോലീസ്. ന്യൂസ് 18 കോഴിക്കോട്. എറണാകുളത്ത് 14 വയസ്സുകാരിയെ കാണാതായി. സഹോദരിക്കൊപ്പം തൈക്കൂടത്ത് വാടകയ്ക്ക് താമസിക്കുന്ന അങ്കിത കൊയ്റിയെ കാണാനില്ലെന്നാണ് പരാതി. അങ്കിതയുടെ സഹോദരിയും ഭർത്താവും തൈക്കൂടത്താണ് താമസം. ഇവരോടൊപ്പം താമസിച്ച് സ്കൂളിൽ ചേർന്ന് പഠിക്കാനായി 2 ആഴ്ച മുൻപാണ് അങ്കിത അസമിൽ നിന്ന് എത്തിയത്. ചൊവ്വാഴ്ച രാത്രി സഹോദരിയും ഭർത്താവും ജോലി കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോഴാണ് പെൺകുട്ടി വീട്ടിലില്ല എന്ന് മനസ്സിലാക്കിയത്. CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ പെൺകുട്ടി ഓട്ടോറിക്ഷയിൽ കയറി സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയതായി കണ്ടെത്തി. പെൺകുട്ടിയുടെ കുടുംബത്തിന്റെ പരാതിയിൽ മരട് പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങി. തിരുവനന്തപുരത്തെ IB ഉദ്യോഗസ്ഥയുടെ മരണത്തിൽ പ്രതി സുകാന്ത് സുരേഷിനെ ഇതുവരെ പിടികൂടാത്തതെന്തെന്ന് ഹൈക്കോടതി. പ്രതിക്ക് ആരുടെയെങ്കിലും സംരക്ഷണമുണ്ടോ എന്ന് കോടതി പോലീസിനോട് ചോദിച്ചു. പ്രതി ഒളിവിലാണെന്ന് പോലീസ് കോടതിയെ അറിയിച്ചു. സുകാന്ത് സുരേഷിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കവെയാണ് കോടതി ഇക്കാര്യം ചോദിച്ചത്. ജാമ്യാപേക്ഷയിൽ ഹൈക്കോടതി തിങ്കളാഴ്ച വിധി പറയും. അതുവരെ അറസ്റ്റ് പാടില്ലെന്ന് കോടതി നിർദ്ദേശിച്ചു. കാസർഗോഡ് കാഞ്ഞങ്ങാട് മാണിക്കോത്ത് പഴയ കുളത്തിൽ
കുളിക്കാനിറങ്ങിയ 2 കുട്ടികൾ മുങ്ങിമരിച്ചു. വൈകിട്ട് 4 മണിയോടെയായിരുന്നു നാടിനെ കണ്ണീരിലാഴ്ത്തിയ സംഭവം. പാലക്കാട് സ്വദേശി അസീസിന്റെ മകൻ 9 വയസ്സുകാരൻ അഫാസ്, ഹൈദറിന്റെ മകൻ 11 വയസ്സുകാരൻ അൻവർ എന്നിവരാണ് മരിച്ചത്. ഗുരുതരാവസ്ഥയിലായ ഹാഷിക്കിനെ മംഗളൂരുവിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അപകടത്തിൽ മരണപ്പെട്ട അൻവറിന്റെ സഹോദരനാണ് ഹാഷിക്. കഴിഞ്ഞ ദിവസം പെയ്ത ശക്തമായ മഴയിൽ കുളത്തിൽ വെള്ളം ഉയർന്നിരുന്നു. ഇതാണ് അപകടത്തിന്റെ വ്യാപ്തി കൂട്ടിയത്. മലപ്പുറം കാളികാവിൽ ആളെക്കൊല്ലി കടുവയെ പിടികൂടാൻ കരുവാരക്കുണ്ടിൽ കൂടുതലിടങ്ങളിൽ കൂട് സ്ഥാപിച്ചു. ഇന്ന് 2 ഇടങ്ങളിലാണ് കടുവയെ കണ്ടത്. ക്യാമറയിലാണ് ദൃശ്യം പതിഞ്ഞത്. സുൽത്താന എസ്റ്റേറ്റിന് മേൽഭാഗത്തായി ഇന്നലെ സ്ഥാപിച്ച ക്യാമറയിൽ കടുവയുടെ ദൃശ്യം പതിഞ്ഞിരുന്നു. ഉച്ചയോടെ ആർത്തല ചുവന്ന കുന്ന് ഭാഗത്ത് കടുവയെ കണ്ടു. ഇന്ന് മദാരിക്കുണ്ട് ഭാഗത്തും കൂടും ലൈവ് ക്യാമറയും സ്ഥാപിച്ചു. കാളികാവ്, കരുവാരക്കുണ്ട് പഞ്ചായത്തുകളിലെ ആർത്തല, മഞ്ഞൾപ്പാറ, മദാരിക്കുണ്ട്, സുൽത്താന എസ്റ്റേറ്റ്, കേരള എസ്റ്റേറ്റ്, പാറശ്ശേരി, അടയ്ക്കാക്കുണ്ട്, 70 ഏക്കർ, 50 ഏക്കർ തുടങ്ങിയിടങ്ങളിൽ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കടുവയെ പിടികൂടാൻ വൈകുന്നതിൽ നാട്ടുകാർ അമർഷത്തിലാണ്. വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ തടഞ്ഞുവെച്ചായിരുന്നു പ്രതിഷേധം. മലപ്പുറം പെരിന്തൽമണ്ണ മണ്ണാർ മലയിൽ വീണ്ടും പുലിയെ കണ്ടു. പുലി റോഡ് മുറിച്ചു കടക്കുന്നത് CCTV ക്യാമറയിൽ പതിഞ്ഞു. പുലിയെ പിടികൂടാൻ വനംവകുപ്പ് ഒന്നും ചെയ്യുന്നില്ല എന്നാരോപിച്ച് നാട്ടുകാർ വനംവകുപ്പ് ഓഫീസിൽ പ്രതിഷേധിച്ചു. മുനമ്പത്ത് കുടിയൊഴിപ്പിക്കൽ പ്രായോഗികമല്ലെന്ന് ജുഡീഷ്യൽ കമ്മീഷൻ റിപ്പോർട്ട്. സംസ്ഥാന സർക്കാർ കുടിയൊഴിപ്പിക്കലിന് പകരം മറ്റു മാർഗങ്ങൾ തേടണമെന്നും റിപ്പോർട്ട് ശുപാർശ ചെയ്യുന്നു. മുനമ്പത്തേക്ക് വഖഫ് ഭൂമിയാണെന്ന് കോടതി വിധിച്ചാൽ സർക്കാർ അടിയന്തരമായി ഇടപെടണമെന്നും റിപ്പോർട്ടിലുണ്ട്. റിപ്പോർട്ട് അടുത്തയാഴ്ച മുഖ്യമന്ത്രിക്ക് സമർപ്പിക്കും. കുടിയൊഴിപ്പിക്കൽ ഒഴിവാക്കാൻ സർക്കാർ മുൻകൈയെടുക്കണമെന്നാണ് റിപ്പോർട്ടിലെ ശുപാർശ. കുടിയൊഴിപ്പിക്കലിന് പകരം മറ്റു മാർഗങ്ങൾ തേടണം. വഖഫ് ബോർഡും ഫറൂഖ് കോളേജുമായി സർക്കാർ സമവായ ചർച്ച നടത്തണം. പൊതുതാൽപര്യം മുൻനിർത്തി വഖഫ് ഭൂമി ഏറ്റെടുക്കാമെന്ന വ്യവസ്ഥ സർക്കാർ ഉപയോഗപ്പെടുത്തണമെന്നും ജസ്റ്റിസ് രാമചന്ദ്രൻ നായർ റിപ്പോർട്ടിൽ ശുപാർശ ചെയ്യുന്നു. ഭൂമി വഖഫാണെന്ന് കോടതി കണ്ടെത്തിയാൽ സർക്കാർ അടിയന്തരമായി ഇടപെടണമെന്നും കമ്മീഷൻ. മുനമ്പം ജനങ്ങൾ അവിടുന്ന് പുറത്താകേണ്ട ഒരു സ്ഥിതിവിശേഷം വന്നാൽ മാത്രം ഗവൺമെൻറ് ഇടപെട്ടാൽ മതി. അങ്ങനെ വന്നാൽ ഗവൺമെൻറ്, ഞാൻ പറഞ്ഞേക്കണത്, കമ്മീഷൻ പറയുന്നത് പ്രധാനമായിട്ടും ഇതിൻ്റെ പ്രശ്ന പരിഹാരം രമ്യമായിട്ട് പരിഗണിക്കാൻ ശ്രമിക്കണം എന്നാണ്. അതായത് വഖഫ് ബോർഡാണ് ഇതിനകത്തെ ക്ലെയിമിൻ്റെ. വഖഫ് ബോർഡാണ് ഈ വസ്തു ക്ലെയിം ചെയ്തേക്കുന്നത്. വഖഫ് ബോർഡ് എന്ന് വെച്ചാൽ ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. അതിൽ ഗവൺമെൻറ് നോമിനേറ്റ് ചെയ്യുന്നവരാണ് കൂടുതലും പേര്. അപ്പോൾ ഗവൺമെൻറ്റിനോട് സഹകരിക്കാൻ അവർ തീർച്ചയായിട്ടും തയ്യാറാവും. മുനമ്പത്ത് വസ്തു സർവേ നടത്തണമെന്ന ആവശ്യം ഉയർന്നിരുന്നുവെങ്കിലും അത്തരം സ്ഥിതിവിവരക്കണക്കുകൾ കമ്മീഷൻ എടുത്തിട്ടില്ല. റവന്യൂ വകുപ്പിൽ നിന്നുള്ള വിവരങ്ങളാണ് കമ്മീഷൻ പരിശോധനയ്ക്ക് വിധേയമാക്കിയത്. 444.76 ഏക്കർ വസ്തുവാണ് വഖഫ് രജിസ്റ്ററിൽപ്പെടുത്തിയിരിക്കുന്നത്. ഇതിൽ 230 ഏക്കറിൽ കൂടുതൽ സ്ഥലം കടലെടുത്തു. 111 ഏക്കർ സ്ഥലത്തുള്ള ആളുകളെ എങ്ങനെ സംരക്ഷിക്കണമെന്ന് മാത്രമാണ് കമ്മീഷൻ നോക്കിയത്. ഒരാഴ്ചയ്ക്കുള്ളിൽ റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിക്കും. ന്യൂസ് 18 കൊച്ചി. മഞ്ഞുമൽ ബോയ്സ് സിനിമയുമായി ബന്ധപ്പെട്ട സാമ്പത്തിക തട്ടിപ്പ് കേസിൽ നിർമ്മാതാക്കൾക്ക് തിരിച്ചടി. കേസ് റദ്ദാക്കണമെന്ന നിർമ്മാതാക്കളുടെ ആവശ്യം ഹൈക്കോടതി തള്ളി. നിർമ്മാതാക്കളായ ഷോൺ ആന്റണി, ബാബു ഷാഹിർ, നടൻ സൗബിൻ ഷാഹിർ എന്നിവരുടെ ഹർജിയാണ് തള്ളിയത്. കേസിൽ പോലീസിന് അന്വേഷണം തുടരാമെന്ന് ഹൈക്കോടതി വ്യക്തമാക്കി. ലാഭവിഹിതം നൽകിയിട്ടില്ലെന്ന് കാട്ടി മരട് സ്വദേശി സിറാജ് വലിയതുറ നൽകിയ പരാതിയിലാണ് പോലീസ് കേസെടുത്തത്. എന്നാൽ സിറാജ് സിനിമയ്ക്ക് പണം കൃത്യസമയത്ത് നൽകിയില്ലെന്നും പണം ലഭിക്കാത്തതിനാൽ ഷൂട്ട് ഷെഡ്യൂളുകൾ മുടങ്ങുകയും ഷൂട്ടിംഗ് നീണ്ടുപോവുകയും ചെയ്തതെന്ന് നിർമ്മാതാക്കൾ വാദിച്ചിരുന്നു.